പാലക്കാട് മണ്ണാർക്കാട് തിരുവിഴാംകുന്നിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനയെ കാട്ടിലേക്ക് തിരികെ കയറ്റാനുള്ള ശ്രമങ്ങൾ ഇന്നും തുടരും. ഇന്നലെ രാവിലെ ജനവാസ മേഖലയിലെത്തിയ കാട്ടാന അവിടെ തന്നെ തുടരുകയായിരുന്നു. ആനയെ പിടിച്ചുകൊണ്ടുപോകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടെങ്കിലും കാട്ടിലേക്ക് തിരികെ വിടാനാണ് വനം വകുപ്പിന്റെ തീരുമാനം. ഇന്നലെ രാവിലെ 10 മണിയോടെയാണ് കാലിൽ പരിക്കുമായി തിരുവിഴാംകുന്ന് ഇരട്ടവാരി കരടിയോട് ഭാഗത്ത് കാട്ടാന ഇറങ്ങിയത്. വീടുകൾക്ക് സമീപത്തു കൂടി കടന്നുപോയ കാട്ടാന പ്രദേശത്തെ കൃഷി നശിപ്പിച്ചു. പരിക്കുള്ളതിനാൽ കാട്ടിലേക്ക് തിരിച്ചു പോകാൻ കൂട്ടാക്കാതെ ജനവാസ മേഖലയിൽ തുടർന്നതോടെയാണ് വനം വകുപ്പ് പടക്കം പൊട്ടിച്ച ആനയെ കാട് കയറ്റാൻ ശ്രമം തുടങ്ങിയത്. എന്നാൽ പരിക്ക് ഭേദമാകേണ്ടതിനാൽ അസിസ്റ്റന്റ് ഫോറസ്റ്റ് വെറ്റിനറി സർജൻ ഡോക്ടർ ഡേവിഡ് എബ്രഹാമിന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി ആനയെ നിരീക്ഷിച്ചു. തുടർന്ന് ആനയെ മയക്കുവെടി വെച്ചു. ആനയ്ക്ക് ചികിത്സ നൽകിയെങ്കിലും പരിക്ക് മാറാതെ കാട്ടിലേക്ക് തിരിച്ചു പോകാനാകില്ലെന്നാണ് വനം വകുപ്പിന്റെ വിലയിരുത്തൽ. ഇതോടെ ആനയെ രാത്രി മുഴുവൻ നിരീക്ഷിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ആനയെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ സമീപിച്ചെങ്കിലും ആന വനമേഖലയ്ക്ക് അടുത്തായതിനാൽ കാട്ടിലേക്ക് തന്നെ തിരിച്ചുവിടാനാണ് വനംവകുപ്പ് ശ്രമിക്കുന്നത്. സ്ഥിരമായുള്ള കാട്ടാന ശല്യത്തിൽ ഭീതിയിലാണ് കഴിയുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. ഓരോടൊക്കെ ദിവസവും സമ്മർദ്ദം ചെലുത്തി ഓല് വന്നാൽ എവിടെ പോലെ വെച്ച ആൾക്കാരെ വിളിച്ചു വന്നാൽ എന്ത് കിട്ടും? ഇവിടെ കുറച്ച് ഗാർഡന്മാരും പോസ്റ്റും ഓല് 4 പടക്കം കൊണ്ട് വന്നിട്ട് ആന ചിലപ്പോൾ 4 കിലോമീറ്റർ അപ്പുറമായിരിക്കും. അവർ വന്ന് വെടി ഇവിടെ വെച്ച് 4 വെടിയും വെച്ച് അവർ പോകും. ഞങ്ങൾക്ക് 5 ഉറങ്ങാൻ ഒരു രക്ഷിതാ. നിലവിലിപ്പോൾ ആൻ്റെ കണ്ടീഷൻ വളരെ മോശമാണ്. 4 ഡോസ് അടിച്ചു. എത്ര ഡോസിൻ്റെ കണക്കറിയാം? 4 വട്ടം മയക്കുപൊടി വെച്ച് കൊടുക്കും. കുറഞ്ഞ വർഷം ഒരു ദിവസത്തിലും ഈ ആന അവിടെ നിർത്തി ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ടതാണ്. അവരത് ചെയ്യാതെ ജസ്റ്റ് ഒരു മുറിവിലൊരു മരുന്ന് പുരട്ടിയിട്ട് പടക്കം പൊട്ടിച്ച് ആൾക്കാരെ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് പോലീസുകാരും ഇവരും ഫോറസ്റ്റുകാരും കൂടിയിട്ട് 4 മണിക്കൂർ ഈ ജനവാസ മേഖലയിൽ കൂടി ഇങ്ങനെ റൗണ്ട് ചെയ്യണം. ആനയുടെ ആരോഗ്യസ്ഥിതി പരിശോധിച്ച ശേഷമായിരിക്കും വനം വകുപ്പിന്റെ തുടർ നടപടികൾ. ന്യൂസ് മലയാളം, പാലക്കാട്.